ഇന്ത്യയുടെയും റഷ്യയുടെയും പ്രതിരോധ രംഗത്തെ അജയ്യമായ കൂട്ടുകെട്ട്. അതാണ് അടുത്ത തലമുറ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് 2. ശബ്ദത്തെക്കാൾ വേഗതയിൽ കുതിച്ചുപായുന്ന ഈ മിസൈൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് സമാനതകളില്ലാത്ത കരുത്താണ് നൽകാൻ പോകുന്നത്. ഇപ്പോഴിതാ ഈ മിസൈൽ ഭീമനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്താകുമെന്ന് വിലയിരുത്തപ്പെടുന്ന അതിവേഗതയും കൃത്യതയുമുള്ള ഈ മിസൈലിനെ കുറിച്ച് വിശദമായി അറിയാം. ഞാൻ അമ്മു. ആദ്യത്തെ പ്രത്യേകത ആ വേഗത തന്നെയാണ്. ശബ്ദത്തെക്കാൾ 8 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ ബ്രഹ്മോസ് 2-ന് കഴിയുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം വിലയിരുത്തപ്പെടുന്നത്. ഈ ഉയർന്ന വേഗത കാരണം ശത്രുക്കൾക്ക് മിസൈലിനെ കണ്ടെത്താനോ തടയാനോ വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ. ഇത് മിസൈലിന്റെ അതിജീവന ശേഷിയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ബ്രഹ്മോസ് 2-വിൽ ഉപയോഗിക്കുക. ഇത് മിസൈലിന് ഹൈപ്പർസോണിക് വേഗതയിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സഹായമാകും. ആദ്യകാല ബ്രഹ്മോസ് മിസൈലുകളുടെ പരിധി 300 കിലോമീറ്റർ ആയിരുന്നു. പിന്നീട് ഇതിന്റെ ശേഷി വർദ്ധിപ്പിച്ച് 800 കിലോമീറ്റർ വരെ എത്തിയിരുന്നു. എന്നാൽ പുതിയ ബ്രഹ്മോസ് 2 മിസൈലിന് 600 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിലിൽ അംഗമായതോടെ ഈ ദൂരപരിധി വർദ്ധിപ്പിക്കാനുള്ള സാങ്കേതിക തടസ്സം മാറിക്കിട്ടുകയായിരുന്നു. നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലുകളെക്കാൾ പകുതിയോളം ഭാരം കുറവായതിനാൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ മിസൈലുകൾ ഒരേ സമയം വഹിക്കാൻ സാധിക്കും. നിലവിൽ വ്യോമസേനയുടെ പക്കലുള്ള ബ്രഹ്മോസ് NG മിസൈലിന് 2.65 ടണ്ണാണ് ഭാരം. എന്നാൽ ഹൈപ്പർസോണിക് ബ്രഹ്മോസ് 2-ന് 1.33 ടൺ മാത്രമാകും ഭാരമുണ്ടാവുക. ഇത് കൂടുതൽ ആയുധങ്ങൾ യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കാനുള്ള സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കും. ഒരു സംഘർഷമുണ്ടായാൽ കരസേനയ്ക്കും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പാകത്തിന് വ്യത്യസ്ത പതിപ്പുകളും ഇതിൽ വികസിപ്പിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. കരസേനയ്ക്ക് മൊബൈൽ ലോഞ്ചറുകൾ വഴിയും നാവികസേനയ്ക്ക് യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവ വഴിയും വ്യോമസേനയ്ക്ക് സുഖോയ് 30, MKI തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ വഴിയും ഇത് വിക്ഷേപിക്കാൻ സാധിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനവും മൾട്ടി സാറ്റലൈറ്റ് ഗൈഡൻസും ഉപയോഗിക്കുന്നതിലൂടെ ഏതാനും മീറ്റർ കൃത്യതയിൽ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ഈ മിസൈലിന് സാധിക്കും. റഷ്യയുടെ സിർക്കോൺ മിസൈൽ സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ബ്രഹ്മോസ് 2 വികസിപ്പിക്കുന്നത്. മിസൈൽ ഇപ്പോൾ വികസന ഘട്ടത്തിലാണ്. പരീക്ഷണങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇതിന്റെ സവിശേഷതകൾ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഈ വർഷം അവസാനത്തോടെ അല്ലെങ്കിൽ 2027-ലോ മിസൈലിന്റെ ആദ്യഘട്ട പരീക്ഷണം നടക്കും. ആദ്യഘട്ട പരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഇവ സേനയുടെ ഭാഗവുമാകും. നിലവിൽ റഷ്യ വികസിപ്പിക്കുന്ന 4ാം തലമുറ യുദ്ധ കപ്പലുകളിലും ഈ മിസൈൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മിസൈലിന്റെ പ്രധാന ഭാഗമായ സ്ക്രാംജെറ്റ് എഞ്ചിന്റെ പരീക്ഷണങ്ങൾ 2025-ൽ തന്നെ പൂർത്തിയായിരുന്നു. അതിനാൽ തന്നെ മിസൈലിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യ-പാക് അതിർത്തിയിൽ നിന്ന് പ്രധാന നഗരങ്ങളിലേക്കോ സൈനിക കേന്ദ്രങ്ങളിലേക്കോ ഉള്ള ദൂരം കണക്കാക്കിയാൽ വിക്ഷേപിച്ച് 1 മുതൽ 4 മിനിറ്റിനുള്ളിൽ മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തും. അതിർത്തിയിലെയും തെക്കൻ ടിബറ്റ് മേഖലയിലെയും തന്ത്രപ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ദൂരം അടിസ്ഥാനമാക്കിയാൽ 3 മുതൽ 10 മിനിറ്റിനുള്ളിൽ എത്തുവാൻ സാധിക്കും. അതെ, നിമിഷങ്ങൾക്കകം സർവനാശം. അത് തന്നെയാണ് ബ്രഹ്മോസ് 2 മുന്നോട്ട് വയ്ക്കുന്നത്. ബ്രഹ്മോസിന്റെ വരവോടെയാണ് ഇന്ത്യ ആഗോളതലത്തിൽ ആയുധ കയറ്റുമതിക്കാരുടെ മുൻനിരയിലേക്ക് ഉയർന്നത്. ബ്രഹ്മോസിന്റെ ആദ്യ അന്താരാഷ്ട്ര ഉപഭോക്താവായി ഫിലിപ്പീൻസ് മാറിയത് 2022-ലാണ്. 2024-ൽ ഇതിന്റെ ആദ്യഘട്ട ഡെലിവറി വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ UAE, സൗദി അറേബ്യ എന്നിവയുമായും ബ്രഹ്മോസിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ബ്രസീൽ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസിന്റെ കരവ്യോമ പതിപ്പുകളിൽ താൽപ്പര്യം അറിയിച്ചതും വൻ വാർത്തയായിരുന്നു. അതിനാൽ ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പിന് ആഗോള വിപണിയിൽ വൻ ഡിമാൻഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേവലം ഒരു തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നതിലുപരി ഇന്ത്യയെ ആഗോള സൈനിക സാമ്പത്തിക ശക്തിയായി മാറ്റുന്നതിൽ ബ്രഹ്മോസ് ഒരു വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ ബ്രഹ്മോസിന്റെ വളർച്ച ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് നിർണായകവും പ്രതീക്ഷയും തന്നെയാണ്.